ബി.ജെ.പിക്കെതിരെ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഉന്നയിക്കുന്ന പല കാര്യങ്ങളും അത് തിരിച്ച് രാഹുലിന് തന്നെ പണിയാകുന്ന തരത്തിലോട്ട് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ ഇതിനു മുന്നും കണ്ട ഒരു കാഴ്ച തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബി.ജെ.പി വീണ്ടും അധികാരത്തിൽ വന്നു. രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ് എല്ലാ സഖ്യങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഇന്ത്യ സഖ്യം ഉണ്ടാക്കി. ആ സഖ്യം നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ ശ്രമിച്ചു, പക്ഷേ അത് നടന്നില്ല. അവർക്ക് പ്രതിപക്ഷത്ത് ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇത്തവണ അവർക്ക് കുറച്ച് സീറ്റുകൾ കിട്ടി, അതുകൊണ്ട് പ്രതിപക്ഷ സ്ഥാനം അവർക്ക് കിട്ടി. ആയതിനാൽ തന്നെയും അവർക്ക് പ്രതിപക്ഷത്ത് ഇരിക്കാൻ സാധിക്കും. പക്ഷേ ആ പ്രതിപക്ഷത്ത് ഇരുന്നു കൊണ്ടും അവർ ചെയ്യുന്ന പ്രവർത്തികൾ അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവായി ഇരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്ന ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു രീതിയാണ് കോൺഗ്രസിനുള്ളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ ഭരണത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറേയധികം കാലമായി എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം 10 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ഭരണമില്ലാതെ പ്രതിപക്ഷത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ 15 കൊല്ലം എന്തായാലും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരുമെന്നുള്ളതും ഉറപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. അത് കഴിഞ്ഞും കോൺഗ്രസ് ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഒരു തിരിച്ചുവരവ് എന്തായാലും ഇനി അടുത്ത കാലത്തെങ്ങും ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെയേറെ വിരളമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം കോൺഗ്രസിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കോൺഗ്രസ് ഇതിനോടകം തന്നെ ചെയ്തു കഴിഞ്ഞു. ഇതിൽ നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ ബി.ജെ.പിയെ വീഴ്ത്താനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഭരണത്തിൽ നിന്നും താഴെ ഇറക്കാനായിട്ട് മോദിയെ താഴെ ഇറക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ തോൽവിയാണ്. കാരണം ഇതിനപ്പുറം ഇനി അവർക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിലുള്ള എല്ലാ പാർട്ടികളും, ഒട്ടുമിക്ക എല്ലാ പാർട്ടികളെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് അവർ ഒരു അവസാന കളി അവർ കളിച്ചത് തന്നെ. ആ കളിയിൽ പോലും അവർക്ക് കിട്ടിയത് ആകെ 99 സീറ്റുകളാണ്. കോൺഗ്രസിന് 100 പോലും ദഹിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പരിതാപകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ 10 കൊല്ലം കഴിഞ്ഞിട്ട് പോലും ഒരുപാട് വർഷം ഇന്ത്യ എന്ന മഹാരാജ്യം ഭരിച്ച ഒരു പാർട്ടിയുടെ അവസ്ഥയാണ് ഇപ്പോൾ 100 തികയ്ക്കാനായിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ഈ ഒരു 2024 കളിച്ച ഈ ഒരു കളി, അതിൽ ശരിക്കും അവർ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളതും വാസ്തവമാണ്. കാരണം ഈ ഒരു 2024 ഈ ഒരു റിസൾട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ അങ്ങ് ദുർബലനാക്കാം എന്നുള്ള ചിന്തയിലായിരുന്നു കോൺഗ്രസ്. കാരണം നരേന്ദ്രമോദി വളരെയധികം ശക്തനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ്, ഒരു നേതാവാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇത്തവണ ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ എത്താൻ സാധിക്കാത്തതും ഇന്ത്യയെ ആ ഒരു തരത്തിൽ സഖ്യം ഇന്ത്യ ഭരിക്കുന്നതും നരേന്ദ്രമോദിക്ക് പഴയ പോലെ ആ ഒരു തരത്തിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കാനാകത്തില്ല എന്നുമൊക്കെയുള്ള ഒരു ചിന്താഗതി കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ വെറും വ്യാമോഹം മാത്രമാണ്, അല്ലെങ്കിൽ അതെല്ലാം തന്നെ വെറും സ്വപ്നം മാത്രമാണ്. നരേന്ദ്രമോദി എന്താണോ, ബി.ജെ.പി എങ്ങനെയാണോ, ആ റൂട്ടിൽ തന്നെയാണ് ഈ 3ാം തവണയും ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് എന്ന് നരേന്ദ്രമോദി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തെളിയിച്ചു കൊണ്ടേയിരിക്കുവാണ്. അവിടെയാണ് കോൺഗ്രസിന് പാളിപ്പോയതെന്ന് പറയുന്നത്. നരേന്ദ്രമോദി എന്താണെന്നും നരേന്ദ്രമോദി എങ്ങനെ ചിന്തിക്കുമെന്നും ബി.ജെ.പി ഏത് തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മനസ്സിലാക്കാനായിട്ട് കോൺഗ്രസിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്ന 5 കൊല്ലമാണ് ശരിക്കും കളി കോൺഗ്രസ് കാണാൻ കിടക്കുന്നത്. അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ശരിക്കും ബി.ജെ.പിയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കളി കാണാൻ കിടക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. പല അടവുകളും പയറ്റിയിട്ട് പോലും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വന്ന കോൺഗ്രസിന് ശരിക്കും ആ ഉപയോഗിച്ച അടവുകൾ തന്നെ പണിയാകുന്ന തലത്തിലേക്ക് എത്തുമെന്ന കാര്യം ഉറപ്പാണ്, അല്ലെങ്കിൽ എത്തിക്കും. അത് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി എത്തിക്കും. തുടക്കം തന്നെ പാളിപ്പോയ പ്രതിപക്ഷം എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. തുടക്കം തന്നെ പാളിപ്പോയ പ്രതിപക്ഷം, പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ കണ്ട കാഴ്ചയാണ് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത്. ഇത്രയൊക്കെ ചെയ്തിട്ടും തങ്ങൾക്ക് ഭരണം കയ്യിൽ കിട്ടിയില്ലല്ലോ, ഞങ്ങളെ വീണ്ടും പ്രതിപക്ഷത്തേക്ക് മാറ്റിയല്ലോ എന്നുള്ള ആ ഒരു വിറയലിൽ കോൺഗ്രസ് അവിടെ കാണിച്ചു കൂട്ടിയ പാർലമെന്റിൽ ഇന്ത്യ സഖ്യം
കാണിച്ചു കൂട്ടിയ പ്രകടനങ്ങൾ എല്ലാവരും കണ്ടൊരു കാഴ്ച തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ് BJPയുടെ ഐശ്വര്യം എന്ന് പറയുന്നത്. കാരണം രാഹുൽ ഗാന്ധിയുടെ ഓരോ പ്രവർത്തികളാണ് BJPക്ക് ഗുണകരമായി മാറുന്നത്. അത് നമ്മൾ തുടക്കം തന്നെ കണ്ടൊരു കാഴ്ച തന്നെയാണ് പാർലമെന്റിൽ നിന്ന് തന്നെ. രാഹുലിന്റെ ആ ഒരു പഴയ ശൈലി അത് വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു മാറ്റവും രാഹുൽ വരുത്തുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ BJPക്ക് വളരെയധികം ഐശ്വര്യം നൽകുന്ന ഒരു കാര്യവും കോൺഗ്രസിന് വീണ്ടും വളരെയധികം പണി വരുന്ന ഒരു കാര്യം. രാഹുൽ എന്തൊക്കെയോ കാണിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ പറയുന്നു, താൻ എന്തൊക്കെയോ ആണെന്നുള്ള ഒരു ഭാവം. ഇതൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുലിന് ശരിക്കും കെണിയായി മാറുന്നത്. ശരിക്കും പ്രതീക്ഷിച്ചവരെ പോലും നിരാശപ്പെടുത്തുന്ന തരത്തിലോട്ടായിരുന്നു ഓരോരോ നീക്കങ്ങൾ രാഹുലിന്റെ പാർലമെന്റിൽ നിന്ന് തന്നെ കണ്ടത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, BJPക്ക് സമാധാനമായി, BJPക്ക് വളരെയധികം സന്തോഷമായി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പ്രതിപക്ഷ നേതാവായി രാഹുലിനെ കോൺഗ്രസ് ഇന്ത്യ സഖ്യം കൊണ്ടുവന്നപ്പോൾ തന്നെ അത് തീർച്ചയായിട്ടും BJP ഏറെ സന്തോഷിച്ച ഒരു കാര്യം തന്നെയായിരിക്കും. ശരിക്കും ഈ രാഹുൽ ഗാന്ധി ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. അത് തീർച്ചയായിട്ടും ഇപ്പോൾ കോൺഗ്രസിനെ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും, കൂടെയുള്ള എല്ലാ പാർട്ടികളെയും ശ്രദ്ധിക്കേണ്ടത് രാഹുലിൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരു പാളിച്ച മതി, ഒരു ചെറിയ പാളിച്ച മതി, അഭിപ്രായ വ്യത്യാസം മതി എല്ലാം ഛിന്ന ഭിന്നമാകാനായിട്ട്. അത് പിന്നെ രാഹുലിൻ്റെ തലയിൽ വരുമെന്നുള്ളതും യാഥാർത്ഥ്യമാണ്. കാരണം പ്രതിപക്ഷ നേതാവാണല്ലോ. എന്തെങ്കിലും തരത്തിൽ ഈ പറയുന്ന സഖ്യത്തിൽ ഒരു വിള്ളലുണ്ടായി, ഈ സഖ്യത്തിൽ നിന്നും പലരും പോകുന്ന ഒരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരേ ഒരു ഉത്തരവാദിയായിട്ട് വരുന്നത് രാഹുൽ ഗാന്ധി തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടുകൂടി തീരും. രാഹുൽ ഗാന്ധിക്ക് അത് മുട്ടൻ പണിയായി മാറുമെന്ന കാര്യവും ഒരു യാഥാർത്ഥ്യമാണ്. ശരിക്കും രാഹുൽ ഗാന്ധി ഇനിയും ഒരുപാട് മാറാനിരിക്കുന്നു, അല്ലെങ്കിൽ മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. രാഹുൽ ഗാന്ധി ഇനിയും കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള അബദ്ധങ്ങളും ഇനിയും സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതെല്ലാം തന്നെ രാഹുൽ ഗാന്ധിക്ക് പണിയായി മാറും. അല്ലെങ്കിൽ BJP, നരേന്ദ്രമോദി, അമിത്ഷാ അതൊക്കെ രാഹുൽ ഗാന്ധിക്കെതിരെ പണിയാക്കി മാറ്റുമെന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ കാര്യവും ഒരു തീരുമാനത്തിൽ എത്തുമെന്നുള്ളതും ഒരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും പോകെ പല തരത്തിലുള്ള അട്ടിമറികൾക്കും സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് തന്നെ പലരും കൊഴിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണ്. ഇപ്പോൾ തന്നെ പലയിടത്തായിട്ട് പല പാർട്ടികളും ഒറ്റയ്ക്ക്, അതായത് ഇന്ത്യ സഖ്യമില്ല, കോൺഗ്രസ് സഖ്യമില്ലാതെ തന്നെ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു. ആ ഒരു തരത്തിലുള്ള ആലോചനകൾ നടക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള നാളുകളിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അതോടൊപ്പം തന്നെ പല നീക്കങ്ങളും അത് ഇപ്പോൾ ഭരണപക്ഷത്തിൽ നിന്ന് തന്നെ ഉണ്ടായെന്ന് വരാം. അതിൽ തന്നെ എന്ത് സംഭവിക്കും പ്രതിപക്ഷത്തിന് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.